So next column base next design എന്ന് വെച്ചാൽ design of a gazetted base ആണ്. So design a gazetted base for an axial loaded column to carry factored load of 1800 kilonewton, and the column consists of ISHB section, ISHB 400 at 77.4 kilogram per meter. The base plate rests on M20 concrete. Okay, അപ്പോൾ ഈ കോൺക്രീറ്റ് ISHB 400 കോൺക്രീറ്റ് റെസ്റ്റ് ചെയ്യുന്നത് M20 കോൺക്രീറ്റ് ഫൗണ്ടേഷനിലാണ്. ആൻഡ് വി ഹാവ് ടു ഡിസൈൻ എ ഗസറ്റഡ് ബേസ്. ഓക്കെ, അപ്പോൾ ഗസറ്റഡ് ബേസിൽ 3 കമ്പോണൻസ് ആണുള്ളത്. ഗസറ്റഡ് വൺ ഈസ് ദ ഗസറ്റഡ് ബേസ് പ്ലേറ്റ്, പിന്നെ ഗസറ്റഡ് ആങ്കിൾ ആൻഡ് സൈഡിൽ 2 സൈഡിലും ഗസറ്റ് പ്ലേറ്റ്സും. ഓക്കെ, സോ ഈ 3 കാര്യങ്ങളാണ് ഗസറ്റ് ബേസിൽ ഉള്ളത്. അപ്പോൾ ഇതും ഡിസൈൻ ചെയ്യുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് ഡിസൈൻ ദി ബോൾട്ടഡ് കണക്ഷൻ. ഓക്കെ, സോ അത് കണക്ട് ചെയ്തിരിക്കുന്ന ബോൾസ് വെച്ചിട്ടാണ് ഈ ബോൾട്ടഡ് കണക്ഷൻ ഡിസൈൻ ചെയ്യാനും ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ഗിവൺ 24 mm ഡയ ബോൾട്ട്. സോ 24 mm ഡയമീറ്റർ ആണ് ബോൾട്ടിൻ്റെ ഡയമീറ്റർ ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ ഗിവൺ ഡേറ്റ, you are given the factored load 1800 kilonewton, then ISHB section 400. അത് SP6 പേജ് നമ്പർ 4 ISHB സെക്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഏരിയ ഇസ് 98.68 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദെൻ എച്ച്, ഓക്കെ, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കോളത്തിൻ്റെ കോളം സെക്ഷൻ്റെ ഹൈറ്റാണ്. ഓക്കെ, സോ ഐ സെക്ഷൻ്റെ കോളമാണ്. ഓക്കെ, സോ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ കോളത്തിൻ്റെ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. സോ കോളം നമുക്കറിയാം, ഒരു ഐസോമെട്രിക് വ്യൂ പറയുകയാണെങ്കിൽ കോളം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ കോളം സെക്ഷൻ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു കോളത്തിൻ്റെ ഈ ഒരു ഡയമെൻഷനാണ് എച്ച്, ദറ്റ് ഈസ് 400. ഓക്കെ, ആൻഡ് ദിസ് ബി ഈസ് 250. ഓക്കെ, ആൻഡ് തിക്നെസ് ഓഫ് ഫ്ലാഞ്ചിൻ്റെ തിക്നെസ് പറയുന്നുണ്ട്, ആൻഡ് തിക്നെസ് ഓഫ് വെബ്. ഓക്കെ, ഈ വെബിൻ്റെ തിക്നെസ്സും ഇത് ഈ വാല്യൂസൊക്കെ നമുക്ക് കിട്ടുന്നത്, ഈ പ്രോപ്പർട്ടീസൊക്കെ കിട്ടുന്നത് SP6 പേജ് 4 സ്റ്റീൽ ടേബിളിൽ പേജ് 4 നിന്ന് ഈ വാല്യൂസൊക്കെ കിട്ടും. ഓക്കെ, ആൻഡ് നമുക്കിപ്പോൾ ഈ ഒരു കോളം റെസ്റ്റ് ചെയ്യാനായിട്ട്, ഓക്കെ, കോളത്തിന് ഒരു ഗസറ്റഡ് ബേസ് പ്ലേറ്റ് ആണ് ഡിസൈൻ ചെയ്യേണ്ടത്. ആൻഡ് ഈ ഗസറ്റഡ് ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു കോൺക്രീറ്റ് ഫൗണ്ടേഷൻ്റെ മേലെ ആയിരിക്കും. ഓക്കെ, സോ വി ഹാവ് ടു ഡിസൈൻ ദിസ് ഗസറ്റഡ് ബേസ് പ്ലേറ്റ്. അപ്പോൾ ബേസ് പ്ലേറ്റിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, അതുപോലെ തന്നെ ഇതിൻ്റെ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ ഗസറ്റഡ് ബേസിൽ 3 കമ്പോണൻസ് ഉണ്ട്. ഫസ്റ്റ് ഇസ് ദിസ് ബേസ് പ്ലേറ്റ്. ഓക്കെ, ദെൻ ഈ 2 സൈഡിലായിട്ടും ഗസറ്റഡ് ബേസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലുമായിട്ട് ഗസറ്റഡ് ബേസ് ഉണ്ട്, ആൻഡ് ആംഗിൾ സെക്ഷൻ ഉണ്ട്. ഓക്കെ, ആ ഫിഗർ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഇവിടെയുണ്ട്. സോ ദിസ് ഈസ് ദ കോളം, ആൻഡ് കോളം ഇറ്റ് റെസ്റ്റ് ഓൺ ദിസ് ഗസറ്റഡ് ബേസ് പ്ലേറ്റിലാണ്. അപ്പോൾ ഇത് ഗസറ്റഡ് ബേസ് ആണ്. ഓക്കെ, ആൻഡ് ഗസറ്റഡ് ബേസ് വിൽ ഹാവ് ദിസ് ബേസ് പ്ലേറ്റ്, ഗസറ്റഡ് ആംഗിൾ, ആൻഡ് ഇത് ഗസറ്റ് പ്ലേറ്റ്. ഓക്കെ, ഗസറ്റഡ് ബേസിൽ ഉള്ളത് ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഐ സെക്ഷൻ ആണ്, ആൻഡ് ദിസ് സെക്ഷൻ ഇസ് ISHB 400. സോ ഗിവൺ ഡേറ്റാസ് എഴുതുക. ദെൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി അലവബിൾ ബെയറിംഗ് പ്രഷർ ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിൽ വരുന്ന ബെയറിംഗ് പ്രഷർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ അതായത് കോൺക്രീറ്റിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രഷർ ദറ്റ് ഇസ് 0.45 FCK അക്കോർഡിംഗ് ടു ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ. ആൻഡ് FCK എന്ന് വെച്ചാൽ M20 കോൺക്രീറ്റ് ആണ്. സോ FCK വാല്യൂ ഇസ് 20 Newton/mm². ഓക്കെ, സോ ദ ബെയറിംഗ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് വിൽ ബി ഈക്വൽ ടു 0.45 into 2, that is 9 Newton/mm². Okay, so this is the allowable bearing pressure on concrete. So ഈ ഒരു പ്രഷർ വെച്ചിട്ട് we have to calculate the area of the gusseted base. ഓക്കെ, അപ്പോൾ ആ ഒരു ബേസ് പ്ലേറ്റിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം.
So the area of gazetted base is equal to force divided by stress. ഓക്കെ, സ്ട്രെസ് എന്ന് വെച്ചാൽ ഈ ഒരു വാല്യൂ 9 ആണ് ഇവിടുത്തെ നമുക്ക് സ്ട്രെസ് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, സോ പി ബൈ ഏരിയ is equal to P factored load divided by this stress value. So that will give you 1800 kilonewton into 10 raised to 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക ടു മേക്ക് ഇറ്റ് ന്യൂട്ടൺ. കാരണം നമുക്ക് 9 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ, അപ്പോൾ ഈ 9 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്നുള്ളത് ന്യൂട്ടണിലാണ്. സോ ഇവിടെ ഈ 1800 കിലോ ന്യൂട്ടണിനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, സോ വി വിൽ ഗെറ്റ് ദി വാല്യൂ ഇൻ എം എം സ്ക്വയർ, ദറ്റ് ഈസ് 2 lakh mm സ്ക്വയർ ആണ് നമുക്ക് ഏരിയ കിട്ടുന്നത്. ഓക്കെ, സോ വി ഹാവ് ദി ഏരിയ ആൻഡ് സോ ഈ ഒരു ഏരിയ വെച്ചിട്ടാണ് നമ്മൾ ഗസറ്റഡ് ബേസ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അഗെയിൻ നമുക്കറിയാം ഗസറ്റഡ് ബേസിൽ 3 കമ്പോണൻസ് ആണുള്ളത്. വൺ ഈസ് ദിസ് ഗസറ്റഡ് ഈ ഒരു ബേസ് പ്ലേറ്റ്. ഓക്കെ, സോ ഈ ഒരു ബേസ് പ്ലേറ്റ് ഉണ്ട്. സോ ദിസ് ഇസ് ദ ബേസ് പ്ലേറ്റ്. ദെൻ ഈ ഒരു ഗസറ്റ് പ്ലേറ്റ് ഉണ്ട് ഇവിടെ. ഓക്കെ, 2 സൈഡിലായിട്ടും ഗസറ്റ് പ്ലേറ്റ് ഉണ്ട്. ദെൻ ഇങ്ങനെ 2 ആംഗിൾസും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദറ്റ് ഈസ് ഗസറ്റഡ് ആംഗിൾ. അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ ഒരു പ്ലേറ്റ് മാത്രം നോർമലി ഡിസൈൻ സ്റ്റെപ്സ് വെച്ചിട്ട് ഡിസൈൻ ചെയ്താൽ മതിയാകും. ഓക്കെ, ബാക്കി ഈ ഗസറ്റഡ് പ്ലേറ്റ് ആൻഡ് ദിസ് ആംഗിൾ സെക്ഷൻ നമുക്ക് ആ ഒരു വാല്യൂ വി ക്യാൻ പ്രൊവൈഡ്, ഒരു സ്യൂട്ടബിൾ വാല്യൂ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ ഹിയർ ഐ am assuming a gusset plate of thickness 10 mm തിക്നെസ്സിൻ്റെ ഒരു ഗസറ്റ് പ്ലേറ്റ് അസ്യൂം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ 2 സൈഡിലും നമുക്ക് ആംഗിൾസ് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ആംഗിൾസ് 150/75/10 mm. ഓക്കെ, അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഡിസൈൻ ക്രൈറ്റീരിയ ഒന്നുമില്ല. സോ വി ഹാവ് ടു ജസ്റ്റ് പ്രൊവൈഡ് 10 mm ആൻഡ് 2 ആംഗിൾസ്. ഓക്കെ, കാരണം ഇതിന് സ്ട്രക്ചറലി അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഫങ്ഷൻ അവിടെ ഇല്ല. ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സ്ട്രക്ചറലായിട്ടുള്ള ഒരു ഫങ്ഷൻ അവിടെ ഇല്ല. വി ഹാവ് ടു അത് കറക്റ്റ് പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗസറ്റ് പ്ലേറ്റും അതുപോലെ തന്നെ ഗസറ്റ് ആംഗിൾസും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി അതർ ലോഡ് ക്യാരിങ് കപ്പാസിറ്റീസ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഗസറ്റ് പ്ലേറ്റ് വി ക്യാൻ പ്രൊവൈഡ് ഗസറ്റ് പ്ലേറ്റ് ആൻഡ് ഗസറ്റ് ആംഗിൾ ഡയമെൻഷൻസ്. അത് ഏതാണോ സെക്ഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് പ്രൊവൈഡ് ചെയ്യാം. സോ ഹിയർ വി ഹാവ് ടു ഡിസൈൻ ദിസ് ഗസറ്റഡ് ബേസ്. ഈ ഗസറ്റഡ് ബേസിൽ ബേസ് പ്ലേറ്റ് ആണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ ബേസ് പ്ലേറ്റ് ആണ് ഈ ലോഡ്, ഈ ഒരു ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബേസ് പ്ലേറ്റിന് വേണ്ടിയിട്ടാണ്. സോ ദ സൈസ് ഓഫ് ദി ബേസ് പ്ലേറ്റ്. ഓക്കെ, അപ്പോൾ ബേസ് പ്ലേറ്റിന് നമുക്കറിയാം ലെങ്ത്തും ഉണ്ട് അതുപോലെ ബ്രെഡ്ത്തും ഉണ്ട്. യു കെൻ സീ ദാറ്റ് ഹിയർ. ഓക്കെ, സോ ഈ ഒരു ബേസിന് ദിസ് ഇസ് ദ ലെങ്ത്, ഈ ഒരു പാർട്ടാണ് ലെങ്ത് ആൻഡ് ദിസ് ഇസ് ദ ബ്രെഡ്ത്ത്. ഓക്കെ, സോ യു ക്യാൻ സീ ഇറ്റ് ഹിയർ. അതായത് എൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോഴത്തേക്ക്, ഇവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണുന്ന ഈ ഒരു പോർഷൻ എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ ലെങ്ത്. ഇതാണ് ബേസ് പ്ലേറ്റ്. ഈ ബേസ് പ്ലേറ്റിൻ്റെ ഇവിടം തുടങ്ങി ഈ ഒരു പോർഷൻ എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ ലെങ്ത് ആൻഡ് ഇങ്ങോട്ടാണ് ഇതിൻ്റെ ബ്രെഡ്ത്ത്. ഓക്കെ, ആൻഡ് ഈ ഒരു തിക്നെസ് വാല്യൂ ദറ്റ് ഈസ് ദിസ് തിക്നെസ്. ഓക്കെ, ഇതാണ് തിക്നെസ്. അപ്പോൾ എൽ, ബി ആൻഡ് തിക്നെസ് ആണ് നമ്മൾ ബേസ് പ്ലേറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ ഗെറ്റ് ദാറ്റ് വാല്യൂസ്. സോ ദ ലെങ്ത് ഓഫ് ദി ബേസ് പ്ലേറ്റ്. ഓക്കെ, ബേസ് പ്ലേറ്റിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ഇവിടെ ഒരു കോളം സെക്ഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കോളം സെക്ഷൻ ആക്ച്വലി ഇവിടം വരെ കോളം സെക്ഷനാണ്. ആൻഡ് ഇത് പിന്നെ ഇങ്ങോട്ടുള്ളത് ഈ ഒരു തിക്നെസ് എന്ന് വെച്ചാൽ ഗസറ്റ് പ്ലേറ്റിൻ്റെ തിക്നെസ് ആണ്. ആൻഡ് റിമൈനിങ് പോർഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ആംഗിളിൻ്റെ ലെഗിൻ്റെ ലെങ്ത് ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടം വരെയുള്ള ഈ ഒരു ലെങ്ത് കിട്ടുമല്ലോ. അപ്പോൾ അതെല്ലാം ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് കോളം സെക്ഷൻ ആഡ് ചെയ്യുക. പിന്നെ ഗസറ്റ് പ്ലേറ്റ്, 2 സൈഡിലും ഗസറ്റ് പ്ലേറ്റ് ഉണ്ട്. സോ 2 ഗസറ്റ് പ്ലേറ്റിൻ്റെ തിക്നെസ് 2 ടൈംസ് എടുക്കുക. അതുപോലെ തന്നെ ഈ 2 സൈഡിലും ഗസറ്റ് ആംഗിൾസ് ഉണ്ട്. ഗസറ്റ് ആംഗിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തത് 150 × 75 × 10 ആണ്.
ഓക്കെ. സോ 150 എന്ന് വെച്ചാൽ ഈ ഒരു ലെഗിൻ്റെ ഡിസ്റ്റൻസ്, ലോങ്ങർ ലെഗ്. 75 എന്ന് വെച്ചാൽ ഷോർട്ടർ ലെഗ്. ഓക്കെ. സോ നമുക്ക് ഈ 75 ഇവിടെ എടുക്കാം. സോ 2 ഇൻറ്റു വിഡ്ത്ത് ഓഫ് ഗസറ്റ് ആംഗിൾ, ദറ്റ് ഇസ് 75. ഓക്കെ. സോ കോളം സെക്ഷൻ ഐ സെക്ഷനാണ്. ഐ സെക്ഷൻ്റെ ഈ ഒരു ഡിസ്റ്റൻസ്, ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ദറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് ഈ ഒരു സെക്ഷൻ്റെ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ. സോ ഈ ഒരു സെക്ഷൻ്റെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് H400. ഓക്കെ. സോ കോളം സെക്ഷൻ, ദെൻ 2 ഇൻറ്റു തിക്നെസ് ഓഫ് ഗസറ്റ് പ്ലേറ്റ്, 10 ആണ് തിക്നെസ് ആൻഡ് 75 ആണ് ഈ ലെഗിൻ്റെ ലെങ്ത്. ഓക്കെ. അങ്ങനെ നമുക്ക് ഈ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ. എഗെയിൻ ഇവിടെ 2 പ്രൊജക്ഷൻസും കൂടെയുണ്ട്. ഓക്കെ. സോ ഒരു 5 mm പ്രൊജക്ഷൻ, 2 സൈഡിലും 5 mm പ്രൊജക്ഷൻ എടുക്കുക. ഓക്കെ. സോ 2 സൈഡിലും 5 mm പ്രൊജക്ഷൻ എടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടുന്നത് 570 ആണ്. 2 സൈഡിലും 5 mm പ്രൊജക്ഷൻ കൂടെ എടുക്കുമ്പോൾ ടോട്ടൽ കിട്ടുന്നത് 580 mm ആണ്. ഓക്കെ. ഇങ്ങനെയാണ് ലെങ്ത്ത് ഫിക്സ് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? സോ ലെങ്ത്ത് ഫിക്സ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. അതായത് നമുക്ക് ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ലെങ്ത്ത് എങ്ങനെയാണ് ഫിക്സ് ചെയ്തത്? ഇവിടെ ഈ ഒരു കോളത്തിൻ്റെ ലെങ്ത്ത് ഇവിടം വരെ വരും. ഓക്കെ. ദെൻ ഈ ഗസറ്റ് പ്ലേറ്റിൻ്റെ ഈ ഒരു തിക്നെസ് എടുക്കുക. ദെൻ ഈ ആംഗിളിൻ്റെ ഈ ഒരു ലെഗിൻ്റെ ലെങ്ത്ത് എടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രൊജക്ഷൻ വരുന്നുണ്ട്. യു ക്യാൻ സീ ദാറ്റ് ഹിയർ ദിസ് പ്രൊജക്ഷൻ. ആ ഒരു പ്രൊജക്ഷൻ 5 mm ആണ് ഒരു സൈഡിൽ എടുത്തത്. അപ്പോൾ ഇതുപോലെ ഇവിടെയും ഉണ്ട് പ്രൊജക്ഷൻ. ഓക്കെ. സോറി, ഇവിടെയുണ്ട് പ്രൊജക്ഷൻ. സോ ദറ്റ് ഈസ് 10 mm. സോ 570 + 10 ദറ്റ് ഈസ് 580 mm ആണ് ഈ ടോട്ടൽ ലെങ്ത്ത്. ഓക്കെ. സോ ലെങ്ത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. ലെങ്ത്ത് 580 mm ആണെങ്കിൽ അതിൻ്റെ ബ്രെഡ്ത്ത് എന്തായിരിക്കും? സോ ദ ബ്രെഡ്ത്ത് വിൽ ബി ഏരിയ ഡിവൈഡഡ് ബൈ ലെങ്ത്ത്. ഓക്കെ. സോ 2 lakh ആണ് ഏരിയ. 2 lakh ഡിവൈഡഡ് ബൈ 580 mm². സോ 344 കിട്ടും. നമുക്കതിനെ റഫ്ലി 350 എന്ന് റൗണ്ട് ചെയ്യാം. ഓക്കെ. സോ നമുക്ക് ലെങ്ത്തും കിട്ടി, അതുപോലെ തന്നെ ബ്രെഡ്ത്തും കിട്ടി. 580 ആൻഡ് 350. ഓക്കെ. ഇസ് ഇറ്റ് ക്ലിയർ? സോ നമുക്ക് വേണ്ടുന്ന ഏരിയ എത്രയായിരുന്നു? 2 lakh ആയിരുന്നു. സോ 2 lakh 3000 ഉണ്ട്. സോ ദ ഏരിയ റിക്വയർഡിനേക്കാളും ഗ്രേറ്റർ ആണ് ഏരിയ പ്രൊവൈഡഡ്. ഹെൻസ് ദിസ് ഇസ് ഓക്കെ. This area is okay. Is it clear? So next step is the actual bearing pressure of concrete. അപ്പോൾ actual bearing pressure നമുക്ക് ഏരിയ പ്രൊവൈഡഡ് ഏരിയയിൽ നിന്ന്, നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഏരിയ എത്രയാണ്? 2,03,000. സോ അവിടെ നിന്ന് നമുക്ക് ആക്ച്വൽ ബെയറിംഗ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് ആക്ച്വൽ ബെയറിംഗ് പ്രഷർ ഈസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ. സോ വി ഗെറ്റ് 8.86 Nm/mm². ഓക്കെ. അപ്പോൾ ഇത് ഈ കോൺക്രീറ്റിൽ നിന്ന് ആക്ട് ചെയ്യുന്ന ബെയറിംഗ് പ്രഷറാണ് 8.66. ഓക്കെ. എഗെയിൻ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കമ്പൈൻഡ് തിക്നെസ് ഓഫ് ബേസ് പ്ലേറ്റ് ആൻഡ് ഗസറ്റ് ആംഗിൾ. ഓക്കെ. അതായത് വി ഹാവ് ടു ഫൈൻഡ് ദി തിക്നെസ് ഓഫ് കമ്പൈൻഡ് തിക്നെസ്. അപ്പോൾ ഇവിടെയാണ് ബേസ് പ്ലേറ്റ്, ഈ ഒരു പോർഷൻ തുടങ്ങി ഈ ആംഗിളിൻ്റെ തിക്നെസ് വരെ. ഓക്കെ. സോ ഈ ഒരു പോർഷൻ വരെ ഉള്ള കമ്പൈൻഡ് തിക്നെസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു കമ്പൈൻഡ് തിക്നെസ് ആണ് നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കമ്പൈൻഡ് തിക്നെസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു വെച്ചാൽ, അതിൻ്റെ തിയറി എന്ന് വെച്ചാൽ വി നോ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇസഡ്. ഇത് നിങ്ങൾ പഠിച്ചൊരു ഇക്വേഷനാണ്. M is equal to sigma iz, where M is the bending moment, okay, moment of resistance, and sigma is the Fy, എങ്കിൽ സ്ട്രെസ്, ആൻഡ് Z is the section modulus. അപ്പോൾ നമ്മൾ ഈ ഒരു ലെങ്ത് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ഇതിനെ നമുക്ക് LC എന്ന് എടുക്കാം. ഇതാണ് ക്രിട്ടിക്കൽ സെക്ഷനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മൊമെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു പാർട്ടിൻ്റെ മൊമെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ ഒരു പാർട്ടിൻ്റെ മൊമെൻറ്റ് നമുക്കിതിൽ നിന്ന് മൊമെൻറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഓക്കെ. ഇവിടെ ഈ ഒരു സെക്ഷൻ്റെ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. ആൻഡ് സിമിലർലി ഇതെന്ന് വെച്ചാൽ Fy തന്നെയാണ്, ആൻഡ് Z is the section modulus. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ്റെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, ദറ്റ് ഈസ് ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള
ഓക്കെ, ഈ ഒരു ലെങ്ത്താണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെങ്ത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ്റെ സെക്ഷൻ, ഓക്കെ, സെക്ഷൻ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ബി, ദറ്റ് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദിസ് ബേസ് പ്ലേറ്റ്. ബി ഇൻറ്റു നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത ടോട്ടൽ ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ്റെ സെക്ഷൻ മോഡുലസ് എത്രയാണ് വരുന്നത്? റെക്റ്റാങ്കുലറിൻ്റെ സെക്ഷൻ മോഡുലസ് നമുക്കറിയാം ഇസഡ് ഈസ് ഈക്വൽ ടു ബി ടി സ്ക്വയർ ബൈ 2. ഓക്കെ, സോ ഇവിടെ അൺനോൺ ആയിട്ടുള്ളത് ടി ആണ്. അങ്ങനെ നമുക്ക് ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദറ്റ് ഈസ് എം ഇസ് ഈക്വൽ ടു സിഗ്മ ഇസഡ്. എം വാല്യൂ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദി ബെൻഡിങ് ഇക്വേഷൻ ഇഫ് യു കൺസിഡറിങ്, ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ. ഈ ഒരു പോർഷൻ്റെ ഈ ഒരു ലെങ്ത്തിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക അബൌട്ട് ദിസ് സെക്ഷൻ എക്സ് എക്സ്. ഓക്കെ, ദെൻ ഇത് എഫ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇസഡ് ഇസ് ഈക്വൽ ടു ബി ടി സ്ക്വയർ ബൈ 2. അവിടെ നിന്ന് നമുക്ക് കമ്പൈൻഡ് തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് ആ ഒരു തിയറി. ഓക്കെ, സോ ഇത് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ കമ്പൈൻഡ് തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ ഈ ഒരു സെക്ഷൻ മാത്രം ചൂസ് ചെയ്തു. ഓക്കെ, അതായത് ഈ ആംഗിളും അതുപോലെ തന്നെ ഈ ഒരു ബേസ് പ്ലേറ്റും. അപ്പോൾ ഈ ഒരു പോർഷൻ, ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത് എൽ സി. ഓക്കെ, സോറി, എൽ എക്സ്. ഞാൻ ഈ ഒരു ഡിസ്റ്റൻസ് എൽ എക്സ് എന്ന് മാർക്ക് ചെയ്യുകയാണ്. അഗെയിൻ ഇതിൻ്റെ മൊമെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മൊമെൻറ്റ് എബൌട്ട് എക്സ് എക്സ് ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വാട്ട് വിൽ ബി മൊമെൻറ്റ് എബൌട്ട് എക്സ് എക്സ്? അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ ബെയറിംഗ് പ്രഷർ. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു ബെയറിംഗ് പ്രഷറാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ബെയറിംഗ് പ്രഷർ ഇവിടെ മാത്രമല്ല ആക്ട് ചെയ്യുന്നത്, ഈ ടോട്ടൽ ബേസ് പ്ലേറ്റിൽ മൊത്തത്തിൽ കോൺക്രീറ്റിൽ നിന്ന് ഈ ഒരു ബെയറിംഗ് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു ബെയറിംഗ് പ്രഷറിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു, 8.86 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഓക്കെ, ഇതിനെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? യു ഡി എല്ലിലേക്ക് കൺവേർട്ട് ചെയ്യണം. യു ഡി എല്ലിലേക്ക് കൺവേർട്ട് ചെയ്താലേ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഈ 8.86 ന്യൂട്ടൺ പെർ mm സ്ക്വയറിനെ യു ഡി എൽ ആക്കാനായിട്ട്, അതായത് ന്യൂട്ടൺ പെർ mmൽ ഒരു വാല്യൂ കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതിന് ഈ ഒരു ടോട്ടൽ ലെങ്ത്, ബേസ് പ്ലേറ്റിൻ്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 8.66 ഇൻറ്റു 580. ഓക്കെ, അതായത് ഈ യു ഡി എൽ ഇപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കോൺക്രീറ്റിൽ നിന്ന് ഈ കംപ്ലീറ്റ് പോർഷനിലും, ഓക്കെ, ഇവിടം വരെയുള്ള പോർഷനിൽ ഈ ബേസ് പ്ലേറ്റിൻ്റെ ഈ എൻഡിൽ നിന്ന് ഇവിടം വരെ ആക്ട് ചെയ്യുന്നുണ്ട് ഈ 8.86 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ പ്രഷർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ യു ഡി എല്ലിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ എന്താ? ഈ ലെങ്ത്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ദറ്റ് ഈസ് 8.86 ഇൻറ്റു 580. ഓക്കെ, സോ അത്രയും ന്യൂട്ടൺ പെർ mm ആയിരിക്കും യു ഡി എൽ. ഓക്കെ, സോ അതായിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്ന യു ഡി എൽ. ക്ലിയർ? സോ നമുക്ക് വേണ്ടത് എന്താ എങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് ഈ ഒരു പോർഷനാണ്. ഓക്കെ, ഈ ഒരു പോർഷൻ, അതായത് എൽ എക്സിൽ വരുന്ന ഈ ഒരു യു ഡി എല്ലും അതുപോലെ തന്നെ ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ്, ഈ എക്സ് എക്സിന് അബൌട്ട് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഐ എം ടേക്കിംഗ് ദിസ് പോർഷൻ എലോൺ. ഈ ഒരു പോർഷൻ മാത്രമാണ് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു പോർഷനും ഈ ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ യു ഡി എല്ലും. ഓക്കെ, സോ ഇവിടെ ആക്ട് ചെയ്യുന്ന യു ഡി എൽ വാല്യൂ എത്രയായിരുന്നു? 8.66 ഇൻറ്റു 580 ആണ് യു ഡി എൽ. ഓക്കെ, ദറ്റ് ഈസ് ഡബ്ല്യു എന്ന് വെച്ചാൽ 8.66 ഇൻറ്റു 580. അഗെയിൻ ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ? ഈ ഒരു ആംഗിളിൻ്റെ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 75 ആണെന്ന് അറിയാം. എങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 75 മൈനസ് 10. ഓക്കെ, സോ 75 മൈനസ് 10 ആണ് ഈ ഒരു ഡിസ്റ്റൻസ്. സോ അതിൻ്റെ സ്ക്വയർ എടുക്കാം. ഓക്കെ, അതായത് ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഒരു പോർഷനിൽ അബൌട്ട് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് എത്ര വരും? ദറ്റ് ഈസ് ദിസ് ഡബ്ല്യു. ഓക്കെ, ഇതിൽ ആക്ട് ചെയ്യുന്ന യു ഡി എൽ ഡബ്ല്യു ഇൻറ്റു എക്സ്. ഓക്കെ, സോ ഡബ്ല്യു ഇൻറ്റു ഈ ഒരു പോർഷൻ വരെ. ഓക്കെ, സോ ഡബ്ല്യു എന്ന് വെച്ചാൽ 8.66 ഇൻറ്റു 8.66
86 ആണ്. 8.86 ഇൻറ്റു this 580, that is W. Okay, so W into ഈ ലെങ്ത് എത്രയാണ് LC. ഓക്കെ, ഇൻറ്റു ഇതിൻ്റെ ഹാഫ് LC by 2. സോ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, സോ മൊമെൻ്റ് എടുക്കുമ്പോൾ W ഇൻറ്റു LC ഇൻറ്റു LC by 2, ദറ്റ് ഈസ് LX എന്ന് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, സോ W ഇൻറ്റു LX ഇൻറ്റു LX by 2, ദറ്റ് ഈസ് WLX സ്ക്വയർ by 2. അങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ കിട്ടുക. ഓക്കെ, സോ W ഇൻറ്റു LX സ്ക്വയർ ഇൻറ്റു ഡിവൈഡഡ് ബൈ 2. സോ LX എന്ന് വെച്ചാൽ 75 മൈനസ് 10, ദറ്റ് 65 ആണ് LX വാല്യൂ. ഓക്കെ, സോ ഈ ഇക്വേഷൻ ഇതിൽ 8.86 ആണ്. സോ ഇവിടെ ചേഞ്ചസ് വരും, അത് നിങ്ങൾ നോട്ട് ചെയ്തേക്കുക. എഗെയിൻ മൊമെൻ്റ് കപ്പാസിറ്റി അപ്പോൾ എത്ര കിട്ടും? മൊമെൻ്റ് കപ്പാസിറ്റി ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ IS കോഡിൽ. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ യു ക്യാൻ സീ ദാറ്റ് ഇക്വേഷൻ ഫ്രം സെക്ഷൻ 8. ഓക്കെ, സെക്ഷൻ 8 നിങ്ങൾ, അതായത് പേജ് നമ്പർ 53 നോക്കിക്കഴിഞ്ഞാൽ 53 ഈ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് പേജ് 53 നിങ്ങൾ 8.2.1.2. ഓക്കെ, 8.2.1.2 ക്ലോസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ so MD value, that design moment should be less than 1.2 Z Fy by gamma m naught. ഓക്കെ, സോ ഈ ഒരു വാല്യൂ തന്നിട്ടുണ്ട്, നിങ്ങളപ്പോൾ ഈ ഒരു വാല്യൂ ചൂസ് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടുന്നത്. ഇവിടെ 1.2 Fy എന്ന് വെച്ചാൽ 250 ആൻഡ് ഗാമ എം നോട്ട് 1.1. ഇവിടെ അൺനോൺ ആയിട്ടുള്ളത് ZE ആണ്. ZE വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അഗെയിൻ ZE ഈസ് ഈക്വൽ ടു BT3. ഇത് ഈ ഡിസ്റ്റൻസ് എത്ര B ആണ്. ഓക്കെ, B ഇൻറ്റു T² ബൈ 6. സോ BT² ബൈ 6. സോ B എന്ന് വെച്ചാൽ 350 ആണ്. നമ്മൾ നേരത്തെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. 350 ഇൻറ്റു T ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ T26 അറൗണ്ട് 26 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ തിക്നെസ് ഓഫ് ദി ബേസ് പ്ലേറ്റ്? അപ്പോൾ ഈ 26 എന്ന് വെച്ചാൽ എന്താ? ഈ ടോട്ടൽ തിക്നെസ് ആണ് 26. ഓക്കെ, അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ തിക്നെസ് ആണ് 26. നമുക്ക് വേണ്ടത് ഈ ഒരു ബേസ് പ്ലേറ്റിൻ്റെ മാത്രം തിക്നെസ് ആണ്. സോ ബേസ് പ്ലേറ്റിൻ്റെ തിക്നെസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 26 മൈനസ് ഈ ഒരു തിക്നെസ്. ആംഗിളിൻ്റെ തിക്നെസ് 10 ആണ്. ഓക്കെ, സോ 26 മൈനസ് 10. നമ്മൾ IS 150 ഇൻറ്റു 75 ഇൻറ്റു 10 എന്നായിരുന്നു എടുത്തിരുന്നത് അല്ലേ? സോ നമ്മൾ ചൂസ് ചെയ്ത സെക്ഷൻ എത്രയായിരുന്നു? 150 ഇൻറ്റു 75 ബൈ 10. സോ 10 ആണ് തിക്നെസ്. സോ 10 മൈനസ് ചെയ്യുക. ഓക്കെ, സോ കമ്പൈൻഡ് തിക്നെസ്, ടോട്ടൽ തിക്നെസ്സിൽ നിന്ന് 10 മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബേസ് പ്ലേറ്റിൻ്റെ തിക്നെസ് കിട്ടും. ദറ്റ് ഈസ് 16 mm. സോ ലെങ്ത്ത് 480 എന്ന് കിട്ടി, ലെങ്ത്ത് 580 എന്ന് കിട്ടി, ബ്രെഡ്ത്ത് 350 ആൻഡ് തിക്നെസ് ഇസ് 16. ഓക്കെ, എഗെയിൻ സോ ഇത്രയേ ഉള്ളൂ ഡിസൈൻ പാർട്ട്. അതായത് നമ്മൾ ബേസ് പ്ലേറ്റ് ഡിസൈൻ ചെയ്യുക, ബേസ് പ്ലേറ്റിൻ്റെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ബ്രെഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ദെൻ കമ്പൈൻഡ് തിക്നെസ് ആണ് ഇപ്പോൾ ബേസ് ഗസറ്റഡ് പ്ലേറ്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സെയിം പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, ഗസറ്റഡ് ബേസിൽ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് വെച്ചാൽ ആ ഒരു പോർഷനാണ് ആംഗിൾ ആൻഡ് ബേസ് പ്ലേറ്റ്. സോ അതുകൊണ്ടാണ് നമ്മൾ കമ്പൈൻഡ് തിക്നെസ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യുക. എഗെയിൻ നെക്സ്റ്റ് ഈസ് ദ ഡിസൈൻ ഓഫ് കണക്ഷൻ. M24 ബോൾട്ടാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ M24 ബോൾട്ട് വെച്ചിട്ടുള്ള 24 ഡയമീറ്ററിൻ്റെ ബോൾട്ട് ആണെങ്കിൽ അത് വെച്ചിട്ടുള്ള ഷിയർ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ തുടങ്ങി പഠിക്കുന്നതാണ് ഷിയർ കപ്പാസിറ്റിയുടെ ഇക്വേഷൻ. സോ ഷിയർ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ ബെയറിംഗ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ബെയറിംഗ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക ആൻഡ് ഫൈൻഡ് ദി ബോൾട്ട് വാല്യൂ. സോ ബോൾട്ട് വാല്യൂ എന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മിനിമം 65 നമുക്ക് എടുക്കാം. ആൻഡ് നമ്പർ ഓഫ് ബോൾട്ട്, ഈ ഒരു കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഗസറ്റ് ബേസിലുള്ള ഒരു
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ടോട്ടൽ ലോഡിൻ്റെ ഹാഫാണ് ഫാസ്റ്റനേഴ്സിലേക്ക് ട്രാൻസ്ഫർ ആകുക. ഓക്കെ, സോ ഹാഫ് ദി ലോഡ്, അതായത് 1800 ആണ് ടോട്ടൽ ലോഡ് കോളത്തിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 50% ആയിരിക്കും അതായത് ഈ ബോൾട്ടിൽ കൂടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ 1800 എന്ന് എടുക്കരുത്, ദാറ്റ് ബൈ 2. ഓക്കെ, അല്ലെങ്കിൽ 50%. സോ 1800 ഇൻറ്റു 50.5 എന്ന് എടുക്കുക. അതായത് 1800ൻ്റെ 50% ലോഡാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? സോ അത് വെച്ചിട്ട് നമ്പർ ഓഫ് ബോൾട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ 14 ബോൾട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അഗെയിൻ ഈ ഫിഗർ വരയ്ക്കാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ 18 ബോൾട്ടാണ് കിട്ടുന്നതെങ്കിൽ അത് എങ്ങനെ ഇവിടെ 18 ബോൾട്ട് ആക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കാം. അതായത് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ബോൾട്ട് വേണം, ഈ ഒരു പോർഷനിൽ ബോൾട്ട് വേണം, പിന്നെ ഇവിടെയും ബോൾട്ട് വേണം. ഓക്കെ, അപ്പോൾ അത് അനുസരിച്ചിട്ട് നിങ്ങൾ ബോൾട്ട് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതായത് ഈ ഒരു സെക്ഷൻ എന്ന് വെച്ചാൽ എന്താ? സോ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇത് ഗസറ്റ് പ്ലേറ്റ് ആണ് അല്ലേ? ഇപ്പോൾ ഗസറ്റ് പ്ലേറ്റും ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് വെച്ചാൽ ഗസറ്റ് പ്ലേറ്റും കോളവും. അപ്പോൾ ഇത് രണ്ടും ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതാണ് 4 ബോൾട്ട്. ഓക്കെ, സോ ഈ ഒരു സൈഡ് നമ്മളിപ്പോൾ ഈ ഒരു സൈഡ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇവിടെയും കൊടുക്കുന്നുണ്ട്, ഇവിടെയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഇങ്ങനെ 4. 1 2 3 4. ഓക്കെ, 1 2 3 4. അപ്പോൾ 4 ബോൾട്ട് ഇവിടെ പോകും. ഓക്കെ, ഒരു സൈഡിലാണ് 14 ബോൾട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ 1 2 3 4 അഗെയിൻ അതുപോലെ തന്നെ ഇവിടെയും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതായത് കോളം, ഗസറ്റ് ആംഗിൾ, ഗസറ്റ് പ്ലേറ്റ്, ഈ 3ഉം തമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആ ബോൾസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ 1 2 3 4 ഓക്കെ, ഇങ്ങനെ ഈ ഒരു രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് സൈഡ് വ്യൂ ആണ്, അത് നിങ്ങൾ ഇമാജിൻ ചെയ്തെടുക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ദ സൈഡ് വ്യൂ. ഈ ഒരു പോർഷൻ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിലുള്ള സൈഡ് വ്യൂ ആണ്. ഇത് ഫ്രണ്ട് വ്യൂ ആണ്. ഓക്കെ, അതായത് ഇവിടെ 4 ബോൾട്ട്, അതുപോലെ ഇവിടെ നെക്സ്റ്റ് ബോൾട്ട് ഇങ്ങനെ ലൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ ഇവിടെ നമുക്ക് ബോൾസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സോ എങ്ങനെയാണ് ഇവിടെ ഞാൻ ബോൾട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കണ്ട. ഓക്കെ, ഈ ഫിഗർ നോക്കണ്ട, നിങ്ങളിത് ഇതേപോലെ നമുക്ക് ഒരു സൈഡിലാണ് ഈ 14 ബോൾട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഒരു സൈഡിലേക്കാണ് 14 ബോൾട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഓക്കെ, ഈ ഒരു സെയിം ഫിഗർ തന്നെ വരച്ചാൽ മതി. ദറ്റ് ഈസ് 1 2 3 4 5 6 7 8 9 10 11 12 ആൻഡ് ഇവിടെ 2 എണ്ണം.